അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ജിൻസ് മലബാർ കിച്ചൺ. ഇന്നിപ്പോൾ ഇതെന്ന് ഹൈദരാബാദ് ഇതിൻ്റെ സെക്കൻഡ് ഡേയും പിന്നെ തേർഡ് ഡേ ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഫിലിം സിറ്റിയിലോട്ടാണ്. ബസ്സിലിരുന്ന് പാടിയത് ക്രിസ്റ്റി ആയിരുന്നു, തൃശ്ശൂരിലുള്ളത്. നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫിലിം സിറ്റിയിൽ ഒരു 9:15 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ടയേർഡാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ നേരമായി വന്നിട്ട് 12 മണിയായിട്ട് പോലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ഈ ട്രാവൽ ഏജൻസിയിൽ എന്തൊക്കെ പ്രശ്നമാണ്, ഇവരതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല, സെറ്റിൽ ചെയ്തിട്ടില്ല. ടിക്കറ്റ് റെഡിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പൈസ എടുത്താലല്ലേ ടിക്കറ്റ് കിട്ടുള്ളൂ. ഇവർ ഇതിൻ്റെ ക്യാഷ് സെറ്റിൽമെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ദ വേഴ്സ്റ്റ് ട്രാവൽ ഏജൻസി ആയിരുന്നു. നമ്മളെപ്പോഴും ഒരു ടൂറ് പോകുമ്പോഴോ ഇതാക്കുമ്പോഴോ അങ്ങനെ ഈ റീലും ഇതൊന്നും കണ്ടിട്ട് അത് ഇതാക്കാൻ നിൽക്കരുത്. ട്രാവൽ ഏജൻസിൻ്റെ കൂടെ പോകാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു ഇത്. അതായത് നമ്മളെ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പോയി അതിൻ്റെ റിവ്യൂ അറിഞ്ഞവരും അങ്ങനെ മാത്രമേ ട്രാവൽ ഏജൻസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇതാക്കിയതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ 1 മണിയായിട്ടുണ്ട്. ഒന്നും, അതായത് ഫിലിം സിറ്റിയിൽ എന്തൊക്കെ ഇതാവാണ്ടോ അതൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. അതിന് കുറേ ഷോ ഉണ്ടായിരുന്നു. ഫിലിം സിറ്റി ഇതിൻ്റെ മുന്നേ ഞാൻ വന്നിട്ടുള്ളതാണ്. ഞാൻ B.Edന് പഠിക്കുമ്പോൾ 2008 അപ്പോൾ സെയിമാണ്. പക്ഷേ കുറച്ച് മെയിൻ്റെനൻസിന് കുറച്ച് ഇതുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇതിൻ്റെ എൻട്രൻസിൽ ഇവിടെയൊക്കെ എന്താ പറയുക, ഓരോരോ ഷോൾ ഉണ്ടാവുമായിരുന്നു. കൃത്യം 9-9:30 തുടങ്ങുമായിരുന്നു. ആ ടൈമിൽ പോയാൽ നമുക്കതൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ അഡൾട്ടിന് 1800 എത്ര വരുന്നുണ്ട്, കിഡ്സിന് 1500, ഇൻക്ലൂഡിങ് വെജ് ഫുഡൊക്കെ നന്നായിരുന്നു. ഇവിടെ ഞാൻ വന്നപ്പോൾ B.Edന് വന്ന കാലത്ത് ഇവിടുന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ പറയുക, ഓരോരോ ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ അവർ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തരുകയാണ്. ഇതെല്ലാതും ഇതൊക്കെ ഒരു ജയിലിൻ്റെ ഉള്ളിൽ അങ്ങനെ. ഇത് മഹാഭാരതമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഈ റെഡ് ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പോവാറുള്ളത്. അത് ഓരോരോ സ്റ്റോപ്പിലെത്തിയിട്ട് അവർ നമുക്ക് പിന്നെ കാണുക, അവിടെയുള്ള ഇതൊക്കെ കണ്ണ്. പിന്നെ നെക്സ്റ്റ് ബസ് വരുമ്പോൾ സെയിം വേറെ ബസ് വരും, അപ്പോൾ അതിൽ കയറി പോവുക, അങ്ങനെ ആയിരുന്നു. ഇത് ബാഹുബലി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നല്ല വെയിലൈന് കേട്ടോ അതൊക്കെ. അതായത് ഈ ഒരു ഏപ്രിൽ മെയ് ഹൈദരാബാദിലോട്ട് വരികയേ വേണ്ട, നല്ല ഹോട്ടാണ്, ഫുൾ ചൂടായിരുന്നു. പിന്നെ ഇതൊരു ലണ്ടൻ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഇതാണ്. ഇതിൽ പണ്ട് ഞാൻ വന്നപ്പോൾ ഇവിടെയൊന്നും ബസ് നിർത്തില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ ഷോളൊക്കെ ഉണ്ട്. അവതാർ എങ്ങനെ ഷൂട്ട് ചെയ്തത് അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവർ. ഓരോരോ ഷൂട്ടിങ് എങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ലണ്ടനിലുള്ള ഒരു ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതെങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയത് ബട്ടർഫ്ലൈ ഗാർഡനിലെ ഒരു ബേർഡ് പാർക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കുറേ ബേർഡുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റായിട്ട് സ്റ്റണ്ട് ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഷൂട്ടിങ്ങിലൊക്കെ സ്റ്റണ്ടൊക്കെ ഇതാക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഒറിജിനൽ ഇതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരുതരം ഡ്രാമ മാതിരി. ഒരു ബാങ്ക് കൊള്ളയടിക്കുക, അപ്പോൾ അതിൽ കുറേ കൊള്ളസങ്കേതവും പിന്നെ പോലീസുകാരും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു.
എല്ലാ അവസാനം പോലെ കുറച്ച് കാശ് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് മിനു എടുത്തിട്ട് പറഞ്ഞു എനിക്ക് കുറേ പൈസ കിട്ടിയെന്ന് അറിയുന്നുണ്ട്. എന്നിട്ട് അതും കൊണ്ടുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷോയിലോട്ട് പോയി. ചെറിയ ചെറിയ ഡോള് മാതിരി എല്ലാ സെലിബ്രേഷനൊക്കെ നടത്തുന്നത്. കുറേ കല്യാണത്തിൻ്റെ ഇതുണ്ടായിരുന്നു, മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഈ രാജകൊട്ടാരത്തിൽ നടത്തുന്ന ഡാൻസ് എല്ലാം അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഡെമോ മാതിരി ചെറിയ പീസുകൾ ഉണ്ടാക്കി വെച്ച് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനും. പിന്നെ ലാസ്റ്റ് കാർണിവൽ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ കാർണിവൽ കാണാൻ വേണ്ടി മെയിൻ എൻട്രൻസിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിത് കണ്ടില്ല മീൻസ് ഇത്രേ കണ്ടതുള്ളൂ. അല്ലാതെ ഇതൊരു 2-2.5 മണിക്കൂറുണ്ട്. അപ്പം ഇവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇനൊക്കെ പിന്നെ റൈഡിൽ കയറി. പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് 3rd ഡേ എന്നാണ് ഞങ്ങൾ ഇതെല്ലാം നാട്ടിലോട്ട് തിരിച്ചു വന്നത്. ബിർള ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് ഇത് കൊണ്ടുപോകാൻ പാടില്ല, ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അവരൊക്കെ ടെമ്പിൾ വിസിറ്റ് ചെയ്ത് തിരിച്ച് ബസ്സിലോട്ട് പോവുകയാണ്. പിന്നീട് ഞങ്ങൾ പോയത് ചാർമിനാറിലോട്ടാണ്. ആൾമോസ്റ്റ് ഒരു 11:15-11:30 അവിടെ എത്തിയപ്പോൾ. 2:20 ട്രെയിനുണ്ട്. പിന്നെ ഇപ്പം ഇത് എത്ര ആൾക്കാർ, കുറച്ചൊക്കെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കയറി ചാർമിനാറിൻ്റെ. പക്ഷേ അതൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയ വഴികളാണ്. അപ്പോൾ അതായത് ചെറിയൊരു സ്റ്റെപ്പേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലോട്ട്. ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ കേട്ടോ, ചെറിയ. അപ്പോൾ എല്ലാ ആൾക്കാരും കുറച്ച് ടൈം എടുത്തിട്ടാണ് കയറുന്നത്. നല്ല ടയേർഡാവുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ. പിന്നെ ഞങ്ങളിതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം ഒരു കേരളം അറുകളിലൊക്കെ മോർ ദാൻ ഹാഫ് ആൻ അവർ പോയിട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ താഴെ എനിക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ടിയിരുന്നു. ഷോപ്പിംഗ് ചെയ്യാൻ വലിയ പ്രൈസ് ഒന്നും ഉണ്ടായില്ല. ബാർഗെയിൻ ചെയ്യൽ പോസിബിളായിരുന്നു. പക്ഷേ ഈവൻ ബാർഗെയിൻ ചെയ്യാൻ പോയിട്ട് എനിക്കൊന്നും ഷോപ്പ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഒരേ ഒരു കാര്യം പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ബാംഗിൾസ് ഇല്ല, അതിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളതായിരുന്നു. അതെന്തായാലും ഒന്ന് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ കുറച്ച് ബാങ്കിലിടാം, നിങ്ങൾ കുറച്ച് കാശൊക്കെ ചുരുക്കി തരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവസാനം ഞാൻ എടുത്തു, കുഴപ്പമില്ല. എനിക്കും ഞാനൊരു സെറ്റും മോൾക്കൊരു സെറ്റ് ഉണ്ടാക്കി. ഈ ഒരു ബ്ലൂ കളറാണ് ഉണ്ടത്. ആദ്യം അവർ നമ്മളെ കൈൻ്റെ സൈസ് നോക്കും. എനിക്ക് 210 212 ഒക്കെ വേണം. പിന്നെ നമ്മൾ പറയുന്ന ഡിസൈനിൽ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ട് നമ്മൾ പറയുന്ന ഡിസൈനിൽ ഉണ്ടാക്കി തരും. ഈ സാധനം ഇവിടെ എത്തിയിട്ട് ഞാൻ മാത്രമേ കണ്ടതുള്ളൂ. പിന്നെ ഞാൻ ബസ് പോയിട്ട് അവർക്ക് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുത്തത് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു അവരാരും ഇത് കണ്ടില്ലല്ലോ, ഫായ്ദ എന്ത് ഞങ്ങളെ വിളിക്കായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കാതിരുന്നത് നന്നായതേ ഉള്ളൂ. കാരണം ഇത് മോർ ദാൻ 10 to 15 മിനിറ്റ്സ് എടുക്കേണ്ട, ഹാഫ് ആൻ അവറേ നമുക്ക് ഷോപ്പിങ്ങിന് കിട്ടിയതുള്ളൂ. നല്ല നീറ്റായിട്ട് അവരാണ് ഇത്. ഞാൻ ആദ്യം കരുതിയത് ഇവർക്ക് ഓർഡർ കൊടുത്തിട്ട് പോയിട്ട് അവിടേക്ക് ഷോപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് മേടിക്കാം. പക്ഷേ ഇത് ഇവരുണ്ടാക്കണ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടൂലല്ലോ അതിങ്ങനെ കാണാൻ. അപ്പം ഞാനത് നോക്കിയിരുന്നു. ഇതിപ്പോൾ എൻ്റെത് ബ്ലൂ, മിനുവിന് പിങ്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിങ്ക്. ട്രാവൽ ഏജൻസി പൊട്ടയാണെങ്കിലും ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫോണും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആരും ഫോണുമ്പോൾ കളിക്കാനോ എന്താക്കാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ലതായിരുന്നു, നല്ല വൈബ്, നല്ലത്, ആൾക്കാർ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്ലേസിൻ്റെ കാട്ടിലും കൂടുതൽ എനിക്കൊക്കെ ഇഷ്ടമാവുക നമ്മൾ ആരുടെ കൂടെ ട്രാവൽ ചെയ്യണോ അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും ഇതൊക്കെയാണ്. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാംഗിൾസിലിപ്പോൾ ഇതിപ്പോൾ പിങ്ക് മിനുവിൻ്റെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഇതാ അവിടേക്ക് നിറച്ച് വളകളുണ്ടൊക്കെ 150 200. പിന്നെ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസിന് 100. അങ്ങനെ അതൊക്കെ തന്നെ. പിന്നെ ആദ്യം തന്നെ എനിക്ക് വള നോക്കാൻ പോയിട്ടില്ല, കാരണം അത് എനിക്ക് സൈസ് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ അതിൽ നോക്കിയിട്ടില്ല.
അങ്ങനെ എല്ലായിടത്തും 2:08 വരെയുള്ളൂ ഉണ്ടാവുക. അതോടുകൂടി ഞങ്ങളത് കഴിഞ്ഞു. ഇത് അവസാനത്തെ ബസ് യാത്രയാണ്. ഞാൻ പറഞ്ഞ പോലെ ട്രെയിന് 2:20ക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.